നന്നായി പഠിച്ച് പരീക്ഷ എഴുതിയിട്ടും പല കുട്ടികൾക്കും അവർ വിചാരിച്ച ആ ഒരു സ്കോറിലോട്ട് എത്താൻ പറ്റുന്നില്ല. നമുക്കും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചു, നന്നായിട്ട് പരീക്ഷ എഴുതി, എന്നിട്ടും എന്താണ് എനിക്ക് ഇത്രയും കുറച്ച് മാർക്ക് കിട്ടുന്നതെന്ന്. ശരിയല്ലേ? ഇങ്ങനെ സംഭവിക്കുന്നതിന് കാരണം നിങ്ങൾ പഠിക്കാഞ്ഞിട്ടല്ല, നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. പക്ഷേ ആ പഠിച്ച കാര്യങ്ങളെ ശരിയായ രീതിയിൽ പേപ്പറിലോട്ട് കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല. അതാണ് പ്രശ്നം. സോ എങ്ങനെയാണ് നമ്മൾ ശരിയായ രീതിയിൽ എക്സാം എഴുതേണ്ടത്? അതായത് നിങ്ങളൊരു 60% മാർക്കിനുള്ളതേ പഠിച്ചിട്ടുള്ളൂവെങ്കിലും ആ ഒരു 60%-ൽ നിന്നും 85 to 90%-ലോട്ട് നിങ്ങൾ എക്സാം എഴുതുന്ന രീതിയിൽ ചെറിയ മാറ്റം വരുത്തിക്കൊണ്ട് എങ്ങനെ നമുക്ക് നമ്മുടെ മാർക്കിനെ ഇമ്പ്രൂവ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ടിപ്സ് ടു റൈറ്റ് എക്സാം ലൈക്ക് എ ടോപ്പർ. അപ്പോൾ ഇനി കൂടുതൽ പറഞ്ഞ സമയം കളയുന്നില്ല, നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമ്പർ 1, അറ്റൻഡ് ഓൾ ക്വസ്റ്റ്യൻസ്. കോമ്പറ്റേറ്റീവ് എക്സാമിലുള്ളതുപോലെ നമ്മുടെ സാധാരണ പരീക്ഷകൾക്ക് നെഗറ്റീവ് മാർക്കിംഗ് സിസ്റ്റം ഇല്ലാത്തതുകൊണ്ട് തന്നെ അതോർത്ത് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. സോ എല്ലാ ക്വസ്റ്റ്യനും മാക്സിമം അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഉദാഹരണത്തിന് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യത്തിൻ്റെ മെറിറ്റും ഡീമെറിറ്റും എഴുതുക എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ മെറിറ്റും ഡീമെറിറ്റും അറിയില്ല, പക്ഷേ ആ ഒരു പെർട്ടിക്കുലർ കോൺസെപ്റ്റ് എന്താണെന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ ടോപ്പിക്കിനെ കുറിച്ച് എന്തൊക്കെ അറിയാവോ അതൊക്കെ തന്നെ എഴുതി വെക്കുക. അതൊരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 1-2 മാർക്ക് എന്തായാലും തരാതിരിക്കില്ല. ഇനിയിപ്പോൾ ചോദിച്ചിരിക്കുന്ന ചോദ്യവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം നിങ്ങൾക്ക് അറിയില്ല എന്നാണെങ്കിൽ പോലും ഉണ്ടാക്കി ഊഹിച്ച് എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കുക. കാരണം ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ എഴുതിയിരിക്കുന്നത് ഒരു പൊട്ട ആൻസർ ആണെങ്കിൽ ആ ക്വസ്റ്റ്യന് പ്രത്യേകിച്ച് മാർക്കൊന്നും കിട്ടില്ല എന്നതിലുപരി വേറെ നഷ്ടമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അതേസമയം ആ ഒരു ക്വസ്റ്റ്യൻ ഒരു പക്ഷേ സിലബസിൽ ഇല്ലാത്തതോ അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉള്ളതോ ആയിട്ടുള്ള അവസ്ഥയാണെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും ഒരു പക്ഷേ ഫ്രീ ആയിട്ട് മാർക്ക് കൊടുത്തേക്കാം. അതുകൊണ്ട് തന്നെ ഒരു ക്വസ്റ്റ്യനും ദയവായിട്ട് നമ്മൾ വെറുതെ വിടാണ്ടിരിക്കുക, എല്ലാം മാക്സിമം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക എന്ന് പറയുന്നത് എക്സാമിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്പർ 2, പ്രസൻറ്റേഷൻ മാറ്റേഴ്സ്. ഇവിടെ നിങ്ങളാണ് ഈ പേപ്പർ നോക്കുന്ന ടീച്ചർ എന്ന് ജസ്റ്റ് ഒന്ന് സങ്കല്പിക്കുക. സോ നിങ്ങൾക്ക് മുന്നിൽ 2 പേപ്പേഴ്സ് ഉണ്ട്. ആദ്യത്തെ കുട്ടിയുടെ പേപ്പർ എന്ന് പറയുമ്പോൾ കുട്ടി എല്ലാ പോയിൻറ്സും എഴുതിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു 5 മാർക്കിൻ്റെ ചോദ്യമാണെന്ന് വിചാരിക്കുക. അതിൻ്റെ ഉത്തരത്തിൽ എല്ലാ പോയിൻറ്സും ഈ കുട്ടിയുടെ കയ്യിലുണ്ട്. പക്ഷേ ആ കുട്ടി എല്ലാം കൂടെ ഒറ്റ പാരഗ്രാഫിലാണ് എഴുതിയിരിക്കുന്നത്. അതും അതിനകത്ത് ഒരുപാട് വെട്ടും തിരുത്തുണ്ട്. മാത്രമല്ല കുട്ടി എഴുതിയിരിക്കുന്നത് ക്ലിയർ ആയിട്ട് അങ്ങ് വായിക്കാനും പറ്റുന്നില്ല. അതേസമയം രണ്ടാമത്തെ കുട്ടിയുടെ പേപ്പറിലാണെങ്കിൽ ഓരോ പോയിൻറ്സും കൃത്യമായി ബുള്ളറ്റ് പോയിൻറ്സ് ഇട്ട് എഴുതിയിട്ടുണ്ട്. മാത്രമല്ല എല്ലാത്തിനെയും കൂടി സമ്മറൈസ് ചെയ്ത് ഒരു ഡയഗ്രാം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സൂക്ഷിച്ചു നോക്കിയാൽ ആ കുട്ടി എഴുതിയതിൽ 1-2 പോയിൻറ്സ് മാത്രമാണ് ശരിയായിട്ടുള്ളത്. ബാക്കിയെല്ലാം ആ കുട്ടി കയ്യിൽ നിന്നിട്ട് എന്തൊക്കെയോ വാരി വലിച്ച് എഴുതിയിരിക്കുകയാണ്. എന്നാൽ ഇവിടെ ആർക്കായിരിക്കും മാർക്ക് കിട്ടാൻ പോകുന്നത്? എല്ലാ പോയിൻറ്സും ഇൻക്ലൂഡ് ചെയ്ത് എഴുതിയിരിക്കുന്ന ഒന്നാമത്തെ കുട്ടിക്കാണോ അതോ 1-2 പോയിൻറ്സ് മാത്രമാണ് ശരി, എന്നാൽ നന്നായിട്ട് അത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്? ആർക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടാൻ പോകുന്നത്? സ്വാഭാവികമായിട്ടും രണ്ടാമത്തെ കുട്ടിക്കായിരിക്കും. ഈ പേപ്പർ നോക്കുന്ന ടീച്ചർമാർക്കൊക്കെ ഓരോ പേപ്പർ നോക്കാൻ ഒരു പെർട്ടിക്കുലർ ടൈം ഉണ്ടായിരിക്കും. സോ അതിനുള്ളിൽ അവർ പെട്ടെന്ന് നോക്കി പോവുക ചെയ്യുക. അല്ലാതെ ഈ കുട്ടി എന്തെങ്കിലും എക്സ്ട്രാ മാർക്ക് ഡിസേർവ് ചെയ്യുന്നുണ്ടോ നോക്കി കൃത്യമായിട്ട് നമ്മുടെ പേപ്പറൊക്കെ സൂക്ഷ്മമായി നോക്കി നമുക്ക് മാർക്ക് ഇട്ടുതരാൻ ആരും നിൽക്കില്ല. സോ നമ്മൾ എഴുതിയിരിക്കുന്നതിന് ഡിസേർവ് ചെയ്യുന്ന ആ ഒരു മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പ്രസൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇനി പ്രസൻറ്റേഷൻ കൂടുതൽ ബെറ്റർ ആക്കാൻ നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. നമ്പർ 1, ഹാൻഡ് റൈറ്റിംഗ്. എല്ലാവർക്കും നല്ല ഭംഗിയുള്ള ഹാൻഡ് റൈറ്റിംഗ് ഉണ്ടാവണമെന്നില്ല. പക്ഷേ നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് റീഡബിൾ ആയിരിക്കണം, മറ്റൊരാൾക്ക് അത് വായിക്കാൻ പറ്റണം. ഹാൻഡ് റൈറ്റിംഗ് എങ്ങനെ ബെറ്റർ ആക്കാം, എസ്പെഷ്യലി നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് എങ്ങനെ ഹാൻഡ് റൈറ്റിംഗ് ബെറ്റർ ആക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. നമ്പർ 2, വെട്ടിത്തിരുത്തുകൾ മാക്സിമം ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. ഇനി എന്തെങ്കിലും വെട്ടി എഴുതേണ്ടി വരുമ്പോൾ ഒരുപാട് വൃത്തിയേടാക്കാതെ ജസ്റ്റ് ഒരു ലൈൻ അങ്ങ് വരച്ചു വെക്കുക. ഇനി വളരെ പ്രധാനപ്പെട്ട എന്തെങ്കിലും പോയിൻറ്സ് ആണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് അടിവരയിടുക. കാരണം നിങ്ങൾ ഈ വെട്ടിത്തിരുത്തുകളൊക്കെ വരുത്തിയിട്ടുണ്ടെങ്കിലും അതിലും നിങ്ങൾ കൃത്യമായിട്ട് പോയിൻറ്സ് എഴുതിയിട്ടുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അത് അവരെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു അണ്ടർലൈൻ ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യും. നമ്പർ 3, ഓരോ ഉത്തരം എഴുതി കഴിയുന്ന സമയത്ത് ജസ്റ്റ് ഒരു ലൈൻ വരക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ആൻസർ എഴുതുന്ന സമയത്ത് നമ്മൾ കുറച്ച് സ്പേസ് വിട്ടിട്ട് അടുത്ത ആൻസർ എഴുതി തുടങ്ങുക. കാരണം ഇനി നമുക്ക് ആ ഒരു ആൻസറുമായിട്ട് മുന്നേ എഴുതിയ ആൻസറുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പോയിൻറ്സ് നമുക്ക് ഓർമ്മ വരുവാണെങ്കിൽ നമുക്ക് അവിടെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്പർ 4, എക്സാം എഴുതുന്ന സമയത്ത് എപ്പോഴും ആ ഒരു ഓർഡറിൽ എഴുതാനായിട്ട് ശ്രമിക്കുക. കാരണം ഈ പേപ്പർ നോക്കുന്ന ആളുകൾക്ക് അതാണ് കൂടുതൽ എളുപ്പമായിട്ടുള്ളത്. അതേസമയം നമുക്ക് അറിയാവുന്ന ആൻസേഴ്സ് മാത്രം എടുത്ത് നമ്മൾ ആദ്യം അങ്ങനെ എഴുതുവാണെങ്കിൽ അത് പല ഓർഡറിലായിരിക്കും. സോ പേപ്പർ നോക്കുന്നവർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒരുപക്ഷെ അതേ ബുദ്ധിമുട്ട് അവർ നിങ്ങൾക്ക് മാർക്ക് ഇടുന്നതിലും കാണിച്ചേക്കാം. അതുകൊണ്ട് തന്നെ എപ്പോഴും ഓർഡർ കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി ഒരുപക്ഷെ നിങ്ങൾക്ക് ആ ഒരു ഓർഡറിൽ ആൻസർ അറിയാത്ത ഏതെങ്കിലും വരുന്നുണ്ടെങ്കിൽ തന്നെ അതിനുള്ള സ്പേസ് വിട്ടിട്ട് അടുത്ത് എഴുതാനായിട്ട് ശ്രമിക്കുക. നിങ്ങളത് എഴുതി കഴിഞ്ഞ് നിങ്ങൾക്ക് അത് ഓർമ്മ വരുന്ന സമയത്ത് അവിടെ ആഡ് ചെയ്താൽ മതി. സോ എപ്പോഴും ഓർഡർ കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്പർ 5, വേർഡ് ലിമിറ്റ് ശ്രദ്ധിക്കുക. പലപ്പോഴും കുട്ടികൾ എക്സാം കഴിഞ്ഞ് പറയുന്ന ഒരു പരാതിയാണ് എനിക്ക് സമയം കിട്ടിയില്ല എന്ന്. ഇതിനുള്ള കാരണം 1-2 മാർക്കിനുള്ള ചോദ്യത്തിന് പോലും നമ്മൾ ഒരുപാട് ആൻസർ എഴുതി വെച്ചേക്കാം. ഒരുപക്ഷെ നമ്മൾ പഠിച്ചൊരു ചോദ്യമായിരിക്കാം, ഒരു കോൺസെപ്റ്റ് ആയിരിക്കാം. എന്നാലും നമ്മളോട് ചോദിച്ചിരിക്കുന്നതിന് മാത്രം നമ്മൾ ആൻസർ കൊടുത്താൽ മതി. കാരണം നമുക്ക് അവിടെ എസ്സേ ക്വസ്റ്റ്യനും മറ്റൊരുപാട് മാർക്കിന് എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് അവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് തീർക്കാനായിട്ട് നമുക്ക് സമയം വേണം. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഓവറായിട്ട് ടൈം വേസ്റ്റ് ചെയ്യാണ്ടിരിക്കുക. ഓക്കെ, സോ ഫ്രണ്ട്സ്, അപ്പോൾ ആദ്യമായിട്ട് ബോർഡ് എക്സാം, ഫൈനൽ എക്സാം ഒക്കെ എഴുതാൻ പോകുന്ന ഒരുപാട് കുട്ടികളുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങളോട്
എനിക്ക് പറയാനുള്ളത്, ഞാനിതുവരെ പഠിച്ച് തീർന്നിട്ടില്ല, എനിക്ക് നന്നായിട്ട് എഴുതാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒരുപാട് ടെൻഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. പക്ഷേ ഈ ടെൻഷനും കൊണ്ട് നിങ്ങൾ എക്സാമിന് പോകാണ്ടിരിക്കുക. കാരണം എക്സാം ടൈമിൽ നമ്മൾ ടെൻഷൻ അടിക്കുമ്പോൾ നമുക്കറിയാവുന്ന കാര്യങ്ങൾ കൂടി മര്യാദയ്ക്ക് എഴുതാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരിക്കും. സോ കോൺഫിഡൻ്റ് ആയിട്ട് പോവുക, ഈ പറഞ്ഞ ടിപ്സൊക്കെ ഫോളോ ചെയ്ത് നന്നായിട്ട് എക്സാം എഴുതുക. ഓൾ ദ ബെസ്റ്റ്.